നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതുവരെ കണ്ടില്ലല്ലോ, ഇനി വരാതിരിക്കുവോ? അങ്ങനെ വാക്ക് പറഞ്ഞത് മാറ്റുന്ന ആളല്ല അഡ്വക്കേറ്റ് വെങ്കടേഷ്. വരുമെന്ന് പറഞ്ഞ വന്നിരിക്കും. സോറി, ഞാൻ അല്പം ലേറ്റായി പോയി. ഓഫീസ് നല്ല തിരക്കായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കേസിന്റെ ക്രോസ് എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. ഒരു ലൂപ്പ് ഹോളും വിട്ടുകളയാൻ പാടില്ലല്ലോ. സാക്ഷിമൊഴികളിൽ എവിടെയെങ്കിലും ഒരു വാക്കിലുള്ള വ്യത്യാസം പോലും സൂക്ഷ്മമായി പഠിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോ കേസ് തോൽക്കാൻ അതുമാത്രം മതിയാവും. സാറിന്റെ തിരക്കുകൾ എനിക്കറിയാവുന്നതാണല്ലോ. ഒരു ഡിഫൻസ് കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കക്ഷികളാണ് ഏറ്റവും വലുത്. ഇന്നുവരെ എന്റെ അടുത്ത് വന്നിട്ടുള്ള എല്ലാ കക്ഷികളെയും രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അത് പിന്നെ ഈ നാട്ടിൽ ആർക്കാ അറിയാത്തത്? സാറ് വന്നത് തന്നെ ഞങ്ങളുടെ ഭാഗ്യം. സ്നേഹ അല്ലേ? അതെ സർ. അവന്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ സർ? സ്റ്റേ കിട്ടില്ലേ? തൽക്കാലത്തേക്ക് നമുക്കൊരു സ്റ്റേ വാങ്ങാൻ കഴിയും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നിയമപരമായി അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ നിയമം അനുസരിച്ച് അച്ഛന്റെ സുഹൃത്തുക്കൾക്കോ അച്ഛന് ഇഷ്ടമുള്ളതുപോലെ ആർക്ക് വേണമെങ്കിലും എഴുതി കൊടുക്കാം. മക്കളിൽ ഒരാൾക്ക് പോലും അതിലൊരു അവകാശവും ഉന്നയിക്കാൻ കഴിയില്ല. അത് അച്ഛന്റെ മാത്രം സ്വാതന്ത്ര്യമാണ്. സാർ പറഞ്ഞു വരുന്നത്? വെരി സിമ്പിൾ. വളരെ ഈസിയായി സ്റ്റേ അവർക്ക് വെക്കേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോ ഒരു വഴിയില്ലേ സർ? കുട്ടിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, മരിച്ചുപോയി. പക്ഷേ സ്വത്തുക്കളെല്ലാം അമ്മയുടെ പേരിലായിരുന്നു. അമ്മയുടെ മരണശേഷമാ സ്വത്തുക്കളെല്ലാം അച്ഛന്റെ പേരിലോട്ട് മാറ്റിയത്. ആ, ഇതാണ് പോയിന്റ്. അച്ഛന്റെ സ്വത്തിന്റെ മേലുള്ള അവകാശം പോലെയല്ല മക്കൾക്ക് അമ്മയുടെ സ്വത്തിന്മേലുള്ള അവകാശം. അമ്മയുടെ സ്വത്തുക്കളിൽ മക്കൾക്കെല്ലാം തുല്യ അവകാശമാണ്. ഇനി ഏതെങ്കിലും മക്കൾ മരിച്ചുപോയാൽ അവരുടെ മക്കൾക്കും ഈ സ്വത്തിൽ അവകാശം ഉണ്ടാവും. മക്കളുടെ സമ്മതമില്ലാതെ രക്തബന്ധമില്ലാത്ത മറ്റൊരാൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഈ സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ അച്ഛൻ ശ്രമിച്ചാൽ നിങ്ങൾ മക്കൾക്ക് അത് തടയാനുള്ള നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. കോടതി ഉറപ്പായിട്ടും ഇതിന് സ്റ്റേ അനുവദിക്കും. അത് മതി സാർ. എത്രയും പെട്ടെന്ന് സാർ ഇതിനൊരു സ്റ്റേ വാങ്ങിച്ചു തരണം. അത് ഞാൻ ഏറ്റു. ഇന്ന് തന്നെ നമുക്ക് കോടതിയിൽ മൂവ് ചെയ്യാം. എന്നാ ശരി, ഞാൻ വിളിക്കാം. ഇപ്പൊ നിനക്ക് സന്തോഷായില്ലേ? ഏട്ടത്തിയുടെ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരു ദത്തുപുത്രയെ കൊണ്ടുവന്നേക്കുന്നു. നെല്ലിശ്ശേരിയിലെ സ്വത്തിന്റെ ഒരു തരി പോലും ആ നശിച്ച ജന്തുവിന്റെ പേരിൽ എഴുതി വെക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.